നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശിഷ്യത്വത്തിൻ്റെ പരസ്യ സ്വഭാവം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും വരും എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ, അല്ലെങ്കിൽ യേശുവെ രക്ഷിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സ്വർഗം കിട്ടും എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യനിയോഗം അവരറിയുന്നില്ല. അതുകൊണ്ടാണ് യേശുവിന് വേണ്ടത് കുറേ അനുഭാവികളെയോ രഹസ്യ ശിഷ്യന്മാരെയോ അല്ല. യേശുവിന് വേണ്ടത് പരസ്യ ശിഷ്യന്മാരെയാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ അന്ത്യനിയോഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ലോകാവസാനത്തോളം നിങ്ങൾ അവരെ എൻ്റെ ശിഷ്യരാക്കുക. ലോകത്തിലെ മതങ്ങളെ എടുത്താൽ ആ മതങ്ങളുടെ തീർത്ഥയാത്രകളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ മതങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ച് ഒന്ന് പഠിച്ചാൽ ഒരു ലജ്ജയുമില്ലാതെ പരസ്യമായിട്ടാണ് ആളുകളത് ചെയ്യുന്നത്. അതിൽ പലതിനും യുക്തിക്ക് നിരക്കുന്നതോ അതിൽ പലതിനും എന്തെങ്കിലും ഒരു ആധികാരികത ഉള്ളതോ അല്ല. കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളത് ചെയ്യുകയാണ്. പക്ഷെ അത് എത്ര പരസ്യമായിട്ടാണ് അവർ ചെയ്യുന്നത്? വളരെ ത്യാഗം സഹിക്കുകയാണ്, ചെലവ് ചെയ്യുകയാണ്, അതും പരസ്യമായി. യേശുക്രിസ്തുവിൻ്റെ കാര്യം വരുമ്പോൾ ആളുകൾക്ക് രഹസ്യം വേണം. പലരും പറയുന്നത്, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടായില്ല. ഇവിടെ യേശു പറയുന്നത് ശിഷ്യത്വം എന്നുള്ളത്, ക്രിസ്ത്യാനിത്വം എന്നുള്ളത് ഒരു ഗോപുരം പണിക്ക് തുല്യമാണെന്നാണ്. ഗോപുരം എവിടെ നോക്കിയാലും കാണാമല്ലോ. ഗോപുരത്തിനൊരു രഹസ്യ സ്വഭാവമില്ലല്ലോ. ക്രിസ്ത്യാനിത്വം എന്നുള്ളത് ഒരു മാളമല്ല, ഒരു ഗുഹയല്ല, ഭൂമിക്ക് അടിയിലുള്ള ആരും കാണാത്ത ഒരു സംഭവമല്ല. ഇത് ഭൂമിക്ക് മുകളിൽ എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. ഗോപുരം പണിയുക. എന്തിനാണ് ഈ ഗോപുരം പണിയുന്നത്? ഗോപുരം അല്ലെങ്കിൽ കൊത്തളം എന്നൊക്കെ പറയുന്നത് ശത്രുക്കളുടെ പടനീക്കം വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി കാവൽക്കാരെ ഇരുത്തുന്ന സ്ഥലമാണ് ഗോപുരം. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ സാത്താൻ്റെ പടനീക്കങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ പോരാടണം. അതല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായ സകല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരെയുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അതാണ് ഈ ഗോപുരം കാണിക്കുന്നത്. വചനവിരുദ്ധമായ എന്തെങ്കിലും തങ്ങളെ തോൽപ്പിക്കുവാനായിട്ട്, കീഴടക്കുവാനായി, കവർച്ച ചെയ്യുവാനായി എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ എന്ന് നിരീക്ഷിക്കുവാനുള്ളതാണ് ഗോപുരം. അപ്പോൾ തീർച്ചയായിട്ടും വിജയത്തിനു വേണ്ടിയാണ് ഗോപുരം. അപ്പോൾ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ഗോപുരത്തിന് തുല്യം. അത് പരസ്യമായിരിക്കണം. അപ്പോൾ അതിന് വലിയ പണച്ചെലവുണ്ട്. വളരെ ഉയരത്തിൽ അത് കെട്ടിപ്പൊക്കേണ്ടതാണ്. അതിന് നല്ലൊരു അടിസ്ഥാനം ആവശ്യമാണ്.
ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമാണ്. ഒരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നയാള് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് മുൻപേ കണക്കുകൂട്ടി നോക്കണം, എന്നിട്ടേ പണി ആരംഭിക്കാവൂ എന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും എതിർപ്പുകളുണ്ടാകും, പരിഹാസം ഉണ്ടാകും, നിന്ദയുണ്ടാകും, ഉപദ്രവങ്ങളുണ്ടാകും, ചിലപ്പോൾ പട്ടിണി ഉണ്ടാകും. അതിനെ ഫേസ് ചെയ്യാനുള്ള മാനസിക തയ്യാറെടുപ്പ്, അതാണ് യേശു ഉദ്ദേശിക്കുന്നത്. ഉപദ്രവം വരുമ്പോൾ, അല്ലെങ്കിൽ പീഡ വരുമ്പോൾ, പരിഹാസം വരുമ്പോൾ, ഭീഷണി വരുമ്പോൾ ഉപേക്ഷിച്ചിട്ട് നിർത്തിയിട്ട് പോകുന്ന ഒരു കാര്യമാകാൻ പാടില്ല. അപ്പോൾ എന്തു വന്നാലും ഞാൻ ഈ പണി തീർക്കും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ആദ്യം തന്നെ വേണം. ആദ്യം തന്നെ പേടിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ, സമാധാന ദേശത്ത് നീ നിർഭയനല്ലെങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യും എന്ന് പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ജയിക്കുന്നില്ലെങ്കിൽ കുതിരകളോടുകൂടെ എങ്ങനെ? അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ആദ്യം മുതൽ തന്നെ, അല്ലെങ്കിൽ അത് ഉപദ്രവങ്ങളൊക്കെ വർത്തമാനമാകാനിടയാകും. അതെല്ലാം മുന്നിൽ കാണണം. അല്ലാതെ സുഖമനുഭവിക്കാൻ പട്ടുമത്തയിലെ ഒരു ജീവിതം അതിനല്ല. ഈ ഭൂമിയിൽ യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ഈ ലോകത്ത് ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളുമാണുള്ളത്. അത് സഹിക്കാൻ അവർ തയ്യാറാകണം. അല്ലാതെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ രോഗം മാറും, ക്ഷീണം മാറും, കടം മാറും, പണം ഉണ്ടാകും, കുബേരനാകാം എന്നുള്ള ആ ഒരു ചിന്തയല്ല വേണ്ടത്. മറിച്ച് ദൈവം മനുഷ്യനായതാണ് യേശു. യേശു പരസ്യമായിട്ടാണ് കുരിശിൽ യാഗമായത്. അതുകൊണ്ട് വളരെ വ്യക്തമായി ദൈവത്വം തെളിയിച്ച് മനുഷ്യന് വേണ്ടി യാഗമായി സകല ശിക്ഷയും ഏറ്റ യേശു അടക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർ കാണുകെ സ്വർഗാരോഹണം ചെയ്തു. തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങളൊക്കെ നൽകി അതെല്ലാം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് യേശു വീണ്ടും വരികയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് യേശുവിനെ ഏകദൈവമായി രക്ഷകനായിട്ട് സ്വീകരിക്കാനിടയായാൽ പ്രപഞ്ച സൃഷ്ടാവാണ് യേശുവെന്നും, പരിപാലകനാണ് യേശുവെന്നും, ന്യായാധിപനാണ് യേശുവെന്നും, യേശുവാണ് മനുഷ്യന് വേണ്ടി രക്ഷാമാർഗം ഒരുക്കിയതെന്നും, യേശു പാപമില്ലാത്ത പരിശുദ്ധനാണെന്നും, മാതൃകയായി ജീവിതം കാണിച്ചു തന്നയാളാണെന്നും, യേശു മാത്രമാണ് വഴിയെന്നും മധ്യസ്ഥനെന്നും ഇടയനെന്നും രക്ഷകനെന്നും വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും മതങ്ങളും അല്ലെങ്കിൽ വീട്ടുകാരുമൊക്കെ എതിരാകുമെന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ നാം ആ വീട്ടുകാരുടെ മധ്യേ, നാട്ടുകാരുടെ മധ്യേ യേശുവിനെ ഉയർത്തുവാൻ സന്നദ്ധരാകണം. അതിനു വേണ്ടിയായിരിക്കണം നാം യേശുവിനെ കൈക്കൊള്ളേണ്ടത്. മറ്റെല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ലജ്ജയുമില്ലാതെ ആ പ്രസ്ഥാനത്തിനു വേണ്ടിയും നേതാക്കൾക്ക് വേണ്ടിയും ജീവിക്കുമ്പോൾ യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു രഹസ്യ സ്വഭാവം. യേശു ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. യേശുവിന് വേണ്ടത് അനുഭാവികളെയല്ല, അനുഗാമികളെയാണ്. യേശുവിന് വേണ്ടത് വെറും വിശ്വാസമുള്ള ആളുകളെയല്ല, ശിഷ്യന്മാരെയാണ്. യേശുവിന് വേണ്ടത് സുഖമന്വേഷിക്കുന്ന ആളുകളെയല്ല, കഷ്ടവും ബുദ്ധിമുട്ടും യേശുവിനോടൊപ്പം നേരിടുവാൻ തയ്യാറുള്ള ആളുകളെയാണ് യേശുവിന് വേണ്ടത്. യേശുവിന് വേണ്ടത് ഇഹലോകത്തിലെ നന്മ പ്രതീക്ഷിക്കുന്ന ആളുകളെയല്ല, പരലോകത്തിൽ ദൈവരാജ്യത്തിൽ അനുഗ്രഹം ആഗ്രഹിക്കുന്ന ആളുകളെയാണ്. യേശുവിനെ കൈക്കൊണ്ട് പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഒരു പരസ്യ ശിഷ്യനായിട്ട് ജീവിക്കുവാൻ ദൈവം ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.